നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ വലിയ വിവാദങ്ങൾക്കാണ് മലയാള സിനിമാ ലോകം സാക്ഷ്യം വഹിച്ചത്. കേരളത്തിന് പുറത്തുൾപ്പെടെ വലിയ ചർച്ചകൾക്കുമാണ് ഇത് വഴിവെച്ചത്. താരസംഘടനയായ അമ്മയിലെ പല പ്രമുഖർക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ ഉന്നത സ്ഥാനത്തിരിക്കുന്നവരുടെ മൗനം വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് കാരണമായിരുന്നു. എന്നാൽ ഒരു ഉത്തമമായ മറുപടി പ്രതീക്ഷിച്ചിരുന്നവരെല്ലാം ഞെട്ടിച്ചുകൊണ്ടായിരുന്നു പ്രസിഡന്റായ മോഹൻലാലിന്റെ അപ്രതീക്ഷിത രാജിയും അമ്മയുടെ അപ്രതീക്ഷിത പിരിച്ചുവിടലും. മോഹൻലാലിനൊപ്പം എക്സിക്യൂട്ടീവിലെ 17 അംഗങ്ങളും രാജിവെച്ചു. പലരും ഇതിനെ ഒരു ഒളിച്ചോട്ടമായാണ് വിലയിരുത്തിയത്. അമ്മയെ നവീകരിക്കാനും ശക്തിപ്പെടുത്താനും കെൽപ്പുള്ള പുതിയൊരു നേതൃത്വം അമ്മയ്ക്കുണ്ടാകുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങൾ. എല്ലാവർക്കും നന്ദി. വിമർശിച്ചതിനും തിരുത്തിയതിനുമെന്നായിരുന്നു മോഹൻലാൽ രാജി അറിയിച്ചുകൊണ്ടുള്ള വാർത്താക്കുറിപ്പിൽ പറയുന്നത്. മാത്രമല്ല 2 മാസത്തിനുള്ളിൽ പുതിയൊരു കമ്മിറ്റി വരുമെന്നും സൂചിപ്പിച്ചിരുന്നു. സ്റ്റോറി: കഴിഞ്ഞ ദിവസം പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുക്കുന്നതിനും മറ്റുമായി അമ്മ യോഗം വിളിച്ചതായി വാർത്തകൾ പ്രചരിച്ചിരുന്നു. എന്നാൽ ഇപ്പോഴിതാ അമ്മ സംഘടനയുടെ താൽക്കാലിക സമിതി യോഗം വിളിച്ചിട്ടില്ലെന്ന് അറിയിച്ചിരിക്കുകയാണ് സംഘടനാ നേതൃത്വം. മോഹൻലാൽ യോഗം വിളിച്ചിട്ടില്ലെന്ന് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ സ്ഥിരീകരിച്ചതായാണ് റിപ്പോർട്ടുകൾ. വാർത്ത തെറ്റെന്ന് അഡ്ഹോക് കമ്മിറ്റി അംഗങ്ങളും സ്ഥിരീകരിച്ചു. യോഗത്തിനെക്കുറിച്ച് തനിക്ക് ഒരു അറിവുമില്ലെന്ന് ജഗദീഷും പ്രതികരിച്ചിട്ടുണ്ട്. ജനറൽ ബോഡി നയം തീരുമാനിക്കാൻ നാളെ അമ്മയുടെ അടിയന്തര യോഗം മോഹൻലാൽ വിളിച്ചു എന്നായിരുന്നു പ്രചരിച്ച വാർത്ത. ഓൺലൈൻ വഴിയാകും യോഗം ചേരുക എന്നും താൽക്കാലിക സമിതി യോഗം വിളിച്ചതായി നടൻ വിനു മോഹൻ അറിയിച്ചു എന്നുമായിരുന്നു റിപ്പോർട്ടുകൾ. യോഗത്തിനായി ആലോചന പോലും ഇല്ലെന്നും സമീപ ഭാവിയിലും യോഗം നടത്താൻ തീരുമാനിച്ചിട്ടില്ലെന്നും അഡ്ഹോക് കമ്മിറ്റി അറിയിച്ചു. വിവാദങ്ങൾ കനക്കുമ്പോൾ നിലവിലെ ഭരണസമിതി പിരിച്ചുവിട്ട് 2 മാസത്തിനുള്ളിൽ ജനറൽ ബോഡി ചേർന്ന് പുതിയ ഭരണസമിതിയെ കണ്ടെത്തേണ്ടതുണ്ട്. ഇക്കാര്യങ്ങളടക്കം ചർച്ച ചെയ്യാനാണ് യോഗം വിളിച്ചത് എന്നാണ് പ്രചരിച്ചിരുന്നത്. അതേസമയം പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള തീയതി ഈ യോഗത്തിൽ പ്രഖ്യാപിച്ചേക്കുമെന്ന സൂചനയുമുണ്ട്. അതേസമയം അമ്മയിൽ അടിമുടി മാറ്റം വേണമെന്നും പുതുതലമുറയിലുള്ളവരും സ്ത്രീകളും സംഘടനാ തലപ്പത്തേക്ക് വരണമെന്നുമുള്ള ആവശ്യവും ശക്തമാണ്. ഇപ്പോൾ അമ്മയുടെ പ്രതിച്ഛായ തന്നെ തകർന്നിരിക്കുന്ന അവസരത്തിൽ പ്രതിച്ഛായയുള്ള വ്യക്തിയെ ജനറൽ സെക്രട്ടറി ആക്കണമെന്ന വാദം ഇടയ്ക്ക് വെച്ച് ഉയർന്നു വന്നിരുന്നു. തുടക്കം മുതൽ തന്നെ വ്യക്തമായ കാഴ്ചപ്പാടുകളും അഭിപ്രായങ്ങളും വ്യക്തമാക്കി ജഗദീഷിനെ ജനറൽ സെക്രട്ടറി ആക്കണമെന്നാണ് ഒരു കൂട്ടർ വാദിച്ചത്. എന്നാൽ 2ാം വരവിൽ ധാരാളം സിനിമകളുള്ള ജഗദീഷിന് സംഘടനാ പദവിയിൽ അത്ര താല്പര്യമില്ല. അമ്മ ആസ്ഥാനം എറണാകുളത്തായതിനാൽ അവിടെ എത്തി പ്രവർത്തിക്കണമെന്നതും അസൗകര്യമാണ് എന്നാണത്രേ അദ്ദേഹം അറിയിച്ചിരിക്കുന്നതെന്നുള്ള വിവരവും പുറത്തു വന്നിരുന്നു. ഇന്നത്തെ ഈ സാഹചര്യങ്ങളിൽ ജനറൽ സെക്രട്ടറി ഒരു സ്ത്രീയെ നിയമിക്കണമെന്ന വാദവും വന്നിരുന്നു. ഉർവശിയാണ് പരിഗണിക്കുന്നതെന്നും പൃഥ്വിരാജ്, കുഞ്ചാക്കോ ബോബൻ, ആസിഫ് അലി തുടങ്ങി യുവതാരങ്ങളും WCCയിലെ അംഗങ്ങളും നേതൃത്വ സ്ഥാനത്തേക്ക് വരുമെന്നുമാണ് സ്ഥിരീകരിക്കാത്ത ചില റിപ്പോർട്ടുകൾ. You're watching me on metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.